സ്ത്രീ വിദ്യാഭ്യാസത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് ലോകത്താകമാനം വികസന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമ്പോഴാണ് ഇറാഖ് വീണ്ടും സ്ത്രീവിരുദ്ധ നിയമം കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. നിയമപ്രകാരം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കുവാനുള്ള പ്രായം 18 വയസ്സിൽ നിന്നും 9 കുറയ്ക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഷിയ യാഥാസ്ഥിതിക ആധിപത്യമുള്ള ഇറാഖ് പാർലമെന്റ്. രാജ്യത്തിന്റെ വ്യക്തിഗത നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് നിയമ ഭേദഗതി വരുത്തുവാനുള്ള ശുപാർശ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിയമം പാസാകുന്ന സാഹചര്യത്തിൽ വിവാഹമോചനം, കുട്ടികളുടെ സംരക്ഷണം, അനന്തരാവകാശം എന്നിവയ്ക്കുള്ള സ്ത്രീകളുടെ അവകാശങ്ങളും ഇതോടെ ഇല്ലാതാകും. അധാർമിക ബന്ധങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ സംരക്ഷിക്കുവാനാണ് നിയമം ലക്ഷ്യമിടുന്നതെന്നാണ് ഷിയ സഖ്യം ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് വാദിക്കുന്നത്. 9 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഏത് രീതിയിലുള്ള അധാർമിക പ്രവർത്തികളിലാണ് ഏർപ്പെടുന്നത് എന്നും ഭേദഗതി വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ പെൺകുട്ടികളെ നിയമപ്രകാരം പീഡിപ്പിക്കുവാനുള്ള സാഹചര്യമാണ് നിലവിൽ വരാൻ പോകുന്നത്. ഈ നിയമം കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് നിയമവിധേയമാക്കുമെന്ന് ബില്ലിനെ എതിർക്കുന്ന പാർലമെന്റിലെ വനിതാ പ്രതിനിധി റായ ഫേഖ് വാദിക്കുന്നുണ്ട്. നിലവിൽ പാർലമെന്റിൽ മതവിഭാഗങ്ങൾക്ക് ശക്തമായ ഭൂരിപക്ഷമുള്ളതിനാൽ ബില്ലിന് അംഗീകാരം നൽകുന്ന വോട്ട് തടയുന്നതിൽ 25 വനിതാ പ്രതിനിധികളും കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നത്. ഈ ബിൽ പെൺകുട്ടികളെ ലൈംഗികവും ശാരീരികവുമായ അതിക്രമങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും അവർക്ക് വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തി സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നത് എളുപ്പമാക്കുമെന്നും ബില്ലിനെ എതിർക്കുന്നവർ വാദിക്കുന്നുണ്ടെങ്കിലും പ്രായപൂർത്തിയാകാത്തവരെ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് പാർലമെന്റിലെ ഒരു പ്രതിനിധി വിദേശ മാധ്യമത്തോട് പ്രതികരിച്ചത്. 1950കളിൽ ശൈശവ വിവാഹങ്ങൾ നിരോധിച്ചിരുന്നെങ്കിലും 2023 ഐക്യരാഷ്ട്രസഭയുടെ സർവേയിൽ ഇറാഖിലെ 28% പെൺകുട്ടികളും 18 വയസ്സ് തികയുന്നതിനു മുമ്പ് വിവാഹിതരായി കണ്ടെത്തിയിട്ടുണ്ട്. താലിബാൻ പോലെ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇറാഖും. പാലസ്തീൻ അഭയാർത്ഥി പ്രശ്നങ്ങളും ഇസ്രായേൽ പാലസ്തീൻ യുദ്ധങ്ങളും തീവ്രവാദികളെ സായുധ സേനയായി മുദ്രകുത്തുന്നവർ ഒരിക്കൽ പോലും ഈ വാർത്തകൾ ഏറ്റെടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. മതനിയമങ്ങൾക്ക് കീഴിൽ പെൺകുട്ടികൾ കീറിമുറിക്കപ്പെടുമ്പോൾ വിഷയം പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ബില്ല് നിയമമായി പാസ്സാവുകയും ചെയ്യാതിരിക്കട്ടെ.